ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് എലമെൻസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. 2020 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2011 തൊട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 11 ചോദിച്ചു തൊട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ 2011 ജൂണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേനും ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ സൈസ് ഓഫ് ഇസഡാർ ആൻഡ് HF ആർ സിമിലർ. ഇസഡാറിന്റെ HFന്റെയും സൈസ് എന്ന് പറയുന്നത് സിമിലർ ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സൈസ് ഓഫ് HF ഈസ് അഫക്റ്റഡ് ബൈ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ. HFന്റെ സൈസ് എന്ന് പറയുന്നത് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈസിനെ എന്താണ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് 1. ബി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ബട്ട് 2 ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് 1. Option C, statement 1 is correct and 2 is incorrect. D, statement 1 and 2 both are incorrect. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാമെന്ന്. ഇപ്പൊ സിർക്കോണിയം ഹാഫ്നിയം എന്ന് പറയുന്നത് ഏത് ഇതിൽ വരുന്നതാണ്? നമുക്ക് അറിയാം, സ്കാൻഡിയത്തിന്റെ താഴെ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം അല്ലേ? സ്കാൻഡിയത്തിന് താഴെ ഇട്രിയം വരുന്നുണ്ട്. ദെൻ ഇട്രിയം, സിർക്കോണിയം, നിയോബിയം അല്ലേ? ഇട്രിയം, സിർക്കോണിയം, നിയോബിയം. ദെൻ ലന്താനം വരുന്നുണ്ട്. ലന്താനത്തിന് ശേഷം 40 എലമെന്റ്സ് കഴിഞ്ഞതിന് ശേഷം, അത് ലാന്തനൈറ്റ് സീരീസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഏത് വരുന്നത്? ഹാഫ്നിയവും ടിയും വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് മൂലം അല്ലെ. അതേപോലെ തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നത് മൂലം. ഓക്കെ, പക്ഷേ എങ്കിലും ഇവിടെ നോക്കിയ ഹാഫ്നിയത്തിന് തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ലന്താനത്തിന്റെ ഹാഫ്നിയത്തിന്റെ ഇടയ്ക്കായിട്ട് എന്ത് 14 എലമെന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്തനൈറ്റ് സീരീസ് എന്ന് പറയും. 14 എലമെന്റ്സ് ഉണ്ട്. ഈ ലാന്തനൈറ്റ് സീരീസിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, പിന്നീട് വരുന്ന ഹോഫ്നിയം, ഈ സിർക്കോണിയം ഹോഫ്നിയവും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് കാര്യമായിട്ട് വരുന്നില്ല, ഏകദേശം സിമിലർ സൈസ് ആണ്. അതുപോലെ തന്നെ NBയും TAയും തമ്മിലുള്ള സൈസ് ഡിഫറൻസും കാര്യമായിട്ട് വരുന്നില്ല. ഇവർ തമ്മിൽ എന്താണ്? സിമിലർ സൈസ് ആണ് വരുന്നത്. ഓക്കെ, ഇത് ഓർത്തിരിക്കാം. ലന്താനത്തിന് ശേഷം ഇത്രയേ ഉള്ളൂ. ഇതാണ് ലാന്തനൈറ്റ് കോൺട്രാക്ഷന്റെ എഫക്റ്റ് മൂലമാണ് ഹോഫ്നിയത്തിന്റെയും സൈസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിർക്കോണിയത്തിന്റെ സിമിലർ സൈസ് ആയിട്ട് വരുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് വരുന്ന സൈസ് ഓഫ് ദ ആറ്റം കൂടുമെങ്കിൽ പോലും, പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് സൈസ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആയിട്ടാണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സൈസ് ഓഫ് ഹോഫ്നിയം ഈസ് അഫക്റ്റഡ് ബൈ ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് 2 ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ 1. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജൂൺ 2011 തന്നെ ചോദിച്ചതാണ്. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗാഡോലിയം ഈസ് Xe(F4)(7), 5d1, 6s2, whereas that of Gd2+. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് സംഭവിക്കും? ഔട്ടർ ഇലക്ട്രോൺ ആയിരിക്കും പുറത്തേക്ക് പോവുക അല്ലെ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2ലേക്ക് വരുന്ന സമയത്ത് അല്ലെ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും ഔട്ടർ ഇലക്ട്രോൺസ് 2 നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും Xe4(7), 5d1, 6s0 എന്നുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും വരുന്നത് അല്ലെ. Xe4(7), 5d1, 6s0. ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് വരുന്നത്? നമ്മുടെ ഡി ഓപ്ഷൻ അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുറേനിയം ഫ്ലൂറൈഡ്സ് കോപ്രസിപ്പിറ്റേറ്റ് വിത്ത്. ഇത് കാണാതെ പഠിച്ചു വെക്കാം. കാൽസ്യം ഫ്ലൂറൈഡുമായിട്ടാണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമായിട്ട് യുറേനിയം ഫ്ലൂറൈഡ്സ് എന്ന് പറയുന്നത് റിസംബ്ലൻസ് കാണിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് കാൽസ്യം ഫ്ലൂറൈഡ് ആയിട്ടായിരിക്കും, CaF2 ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? കോപ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കാണാതെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആക്ച്വൽ മാഗ്നറ്റിക് മൊമെന്റ് ഷോസ് എ ലാർജ് ഡീവിയേഷൻ ഫ്രം സ്പിൻ-ഓൺലി ഫോർമുല ഇൻ ദ കേസ് ഓഫ് TA1+, V3+, GD3+, ആൻഡ് SM3+. ഈ കേസിൽ, അതായത് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ലാന്തനൈറ്റ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, ഈ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഫീൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫീൽഡ് അല്ലാത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതിനെല്ലാം തന്നെ വേരിയേഷൻ കാണിക്കാറുണ്ട്. എസ്പെഷ്യലി EU3+ഉം SN3+ഉം നല്ലതായിട്ട് വേരിയേഷൻ സ്പിൻ-ഓൺലി ഫോർമുലയിൽ നിന്ന് നല്ല ഡിഫറൻസ് കാണിക്കാറുണ്ട്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു തോന്നുന്നു. EU3+ ആൻഡ് SM3+ ആണ് ഇതിനകത്ത് ലാർജ് വേരിയേഷൻ കാണിക്കുന്ന സ്പിൻ-ഓൺലി ഫോർമുലയിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് കാണിക്കുന്നത്. അതിന് ഓൾറെഡി റീസൺ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ്. അപ്പം എന്താണ്, റൂം ടെമ്പറേച്ചറിൽ പോലും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കുറച്ച് ഇലക്ട്രോൺസ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമൂലമാണ് ഈ വേരിയേഷൻ കാണിക്കാനുള്ള റീസൺ. ഈ വേരിയേഷൻ ഏകദേശം സീറോ വേരിയേഷൻ ഇല്ലാതെ വരുന്നത്, അല്ലെങ്കിൽ സ്പിൻ-ഓൺലി വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം സ്പിൻ-ഓൺലി വാല്യൂവായിട്ട് കമ്പയർഡ് ആയിട്ട് വരുന്നത് ഏകദേശം വളരെ ലോ ടെമ്പറേച്ചറിലൊക്കെ ആയിരിക്കും. അല്ലാത്ത കേസിലെല്ലാം തന്നെ എന്താണ്, സ്പിൻ-ഓൺലി ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെന്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും ആക്ച്വൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലീസ്റ്റ് ബേസിക് എമംഗ് ദി ഫോളോയിങ് ഈസ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, ലന്താനം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, സീരിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, ലുട്ടേഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഇതിനകത്ത് ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ആക്ച്വലി നമ്മുടെ ജെഡിലിയിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്, എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ലീസ്റ്റ് ബേസിക് എന്ന് പറയുന്നത്. അതിനകത്ത് പറയേണ്ട എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ്സ് അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സ് അല്ലെ ഹൈഡ്രോക്സൈഡ്സ് എന്ന് പറയുന്നത് അത് ബേസിക് നേച്ചറും, നോൺ മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ അത് അസിഡിക് നേച്ചറും ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നോൺ മെറ്റൽ ആണെങ്കിൽ അസിഡിക് നേച്ചറും. അലൂമിനിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതെന്ന് പറയുന്ന ആംഫോട്ടറിക് നേച്ചർ കാണിക്കാറുണ്ട്. നമുക്കറിയാം അലൂമിനിയത്തിന് ആംഫോട്ടറിക് നേച്ചർ ആണ്. അത് അലൂമിനിയം ഇറ്റ് വിൽ ഷോസ് ബോത്ത് ബേസിക് ആൻഡ് അസിഡിക് പ്രോപ്പർട്ടീസ്. അസിഡിക് പ്രോപ്പർട്ടീസും ബേസിക് പ്രോപ്പർട്ടീസും കാണിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് പറയാനായിട്ട് പറ്റും? അപ്പം ഇതിന് ബാക്കിയുള്ള എല്ലാം തന്നെ, ഇതെല്ലാം മെറ്റൽസ് ആണ് അല്ലേ, ഇതെല്ലാം തന്നെ എന്ത് പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ്? ഇതെല്ലാം തന്നെ ബേസിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ്. പക്ഷെ അലൂമിനിയത്തിന്റെ കേസിൽ എന്തുണ്ട്? രണ്ടും കൂടെ ഉണ്ട്, ബേസിക്കും ഉണ്ട് അസിഡിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാം ഇത് ലീസ്റ്റ് ബേസിക് ആണെന്ന് പറയാം ലാന്തനൈറ്റ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ളത്. ഇത് എടുത്ത് തന്നെ ജെഡിലിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചോദ്യം, ദ പെയർ ഓഫ് ലാന്തനൈറ്റ്സ് വിത്ത് ഹയസ്റ്റ് തേർഡ് അയനൈസേഷൻ എനർജി. തേർഡ് അയനൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ തേർഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിന് കൊടുക്കേണ്ടി വരുന്ന എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വരുന്ന പെയർ ഓഫ് ലാന്തനൈറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവും. എന്താണ്, മൂന്നാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒന്നുകിൽ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വേണ്ട എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു പെയർ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതനുസരിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. യൂറോപ്യത്തിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f7 6s2 അല്ലേ, 4f7 6s2 ആണ്. അപ്പോൾ മൂന്നാമത്തെ ഇലക്ട്രോൺ, ഇപ്പൊ 2 ഇലക്ട്രോണിനെ പോയി, മൂന്നാമത്തെ എന്ത് ചെയ്യണം? 4f7ൽ നിന്ന് വേണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഹയർ എനർജി കൊടുത്താൽ മാത്രമേ ആ തേർഡ് ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ പെയറായിട്ട് നിൽക്കുന്നത് ഏതാണെന്നുള്ളത്, ഹയസ്റ്റ് പെയർ ഏതാണെന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. ഗാഡോലിനിയം കൂടെ നമുക്ക് നോക്കാം. ഗാഡോലിനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് 4f7 5d1 ആണ് വരുന്നത്. 4f7 5d1 എന്ന് പറയുമ്പോഴത്തേക്കും 5d1 6s2, 4f7 5d1 6s2 ആണ് വരുന്നത്. ഇതിനകത്ത് എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുക? ഇതിനകത്ത് രണ്ട് ഇലക്ട്രോൺ 6s2 എളുപ്പത്തിൽ പോവും. പിന്നെ 5d1ൽ നിന്ന് തേർഡ് ഇലക്ട്രോൺ പോകാനായിട്ട് വലിയ പ്രയാസമില്ല. പിന്നെ വരുന്നതാണ് 4f7 ആണ്. പിന്നെ നാലാമത്തെ ഇലക്ട്രോൺ പോകാനായിരിക്കും ഗാഡോലിനിയത്തിന്റെ കേസിൽ പ്രയാസം വരുന്നത്. തേർഡ് ഇലക്ട്രോൺ പോകുന്നതിന് വലിയ പ്രയാസം വരത്തില്ല. കാര്യം ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ, എസിൽ നിന്ന് 2 ഇലക്ട്രോണും ഡിയിൽ നിന്ന് 1 ഇലക്ട്രോണുമാണ് പോകുന്നത്. പിന്നീടാണ് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ
നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. യൂറോപ്യത്തിന്റെ കേസിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ തേർഡ് EU3+ എന്ന് പറയുന്നത് ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 7 ഈ 4 of 7 ഹാഫ് ഫിൽ ചെയ്യുന്ന ഇലക്ട്രോണിനെ എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് ഇതിനകത്ത് വേണ്ട അയനൈസേഷൻ എനർജി കൂടുതലായിരിക്കും. വൈബിയുടെ കേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും വൈബിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 4 of 14 6s2 ആണ് വരുന്നത് അല്ലെ. 4 of 14 6s2. ഇതിന്റെ 2 ഇലക്ട്രോൺ കളയാൻ എളുപ്പമാണ്. മൂന്നാമത്തെ ഇലക്ട്രോൺ ഇവിടെ നിന്ന് എടുക്കണം? കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പം കൂടുതൽ എനർജി വേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും EU ആൻഡ് YB എന്ന് പറയുന്നതാണ് തേർഡ് അയനൈസേഷൻ ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, DYയുടെ കേസിലാണെങ്കിലോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4 of 10 6s2. പ്രയാസമില്ല അല്ലെ. 4 of 10 ആണ് വരുന്നത്. പ്രത്യേകിച്ച് എനർജി അങ്ങനെ, അതായത് ഈ പറയുന്ന പോലെ എക്സ്ട്രാ എനർജി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെന്താണ്, YB ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിന് എക്സ്ട്രാ എനർജി വേണം. പക്ഷെ നമ്മൾ എന്താണ് ഹയസ്റ്റ് തേർഡ് അയനൈസേഷൻ എനർജി ആവശ്യമുള്ള പെയർ ഓഫ് ലാന്തനൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുമല്ല. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഏതാണ്? ലുട്ടേഷ്യം ആണ്. ലുട്ടേഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് LUവിൻ്റെത് 4 of 14 5d1 6s2. ഇതിനകത്തും തേർഡ് വരെ കുഴപ്പമില്ല. ഫോർത്തിലേക്ക് വരുന്ന സമയത്താണ് കൂടുതൽ എനർജി വേണ്ടി വരിക അല്ലെ ലുട്ടേഷ്യത്തിന്റെ കേസിൽ. വൈബിയുടെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വൈബിയുടെ കേസിൽ എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ തേർഡ് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, the lanthanide 3 ions having the highest partition coefficient between tri-N-butyl phosphate and concentrated HNO3. Okay, tri-N-butyl phosphate concentrated HNO3 ഇടയിൽ ഹയസ്റ്റ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് തരുന്ന ലാന്തനൈഡ് 3 അയോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഇപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഇൻക്രീസ് ചെയ്യും. സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതെങ്ങനെയാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ് വരുന്ന ലന്താനം എന്ന് പറയുന്നത്. ഓക്കെ, സീരിയം PM SM EU gadolinium terbium dysprosium chromium erbium thulium. ഓക്കെ, ദെൻ നമുക്ക് തന്നേക്കുന്ന സീരീസ് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? പിന്നെ ഉണ്ട് 2 എണ്ണം കൂടെ ഉണ്ട്, YB ആൻഡ് ലുട്ടേഷ്യം. ഓക്കെ, അത് നോക്കിയാൽ ലന്താനം ഏറ്റവും ലെഫ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അതല്ല. യൂറോപ്യം എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോർഷനാണ്. നിയോഡിമിയം ഇവിടെയാണ് വരുന്നത്. ദെൻ ലുട്ടേഷ്യമാണ് ഏറ്റവും റൈറ്റിൽ വരുന്നത് അല്ലേ. സൈസ് എന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം ലുട്ടേഷ്യത്തിനാണ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് കൂടുതൽ വരിക. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലാന്തനൈഡ് 3 അയോൺ ഹാവിംഗ് ദ ഹയസ്റ്റ്, സോറി അത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ. ഒരു സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ ഹയസ്റ്റ് സോളിബിലിറ്റി ഇൻ ഹോട്ട് കോൺസെൻട്രേറ്റഡ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഹോട്ട് കോൺസെൻട്രേറ്റഡ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡിനകത്ത് ഏതാണ് കൂടുതൽ സോലിബിലിറ്റി കാണിച്ചേക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. സോലിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൈസ് ഓഫ് ദ അയോൺസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതായത് സൈസ് ഓഫ് ദ അയോൺ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേനും സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, സൈസ് ഓഫ് ദ അയോൺ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേനും സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോലിബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് അയോൺ. ഓക്കെ, അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അയണിക് പ്രോപ്പർട്ടി, അയണിക് ക്യാരക്ടർ എന്ന് പറയുന്നത് കുറയുന്നു, ഏകദേശം കോവാലൻ ക്യാരക്ടറിലേക്കായി പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ സോലിബിലിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേനും കുറയുന്നതിനുള്ള റീസൺ. അപ്പം ഹയസ്റ്റ് ഹൈ സോലിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റിലുള്ളത് നമുക്കറിയാം
ലന്താനം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പം ഹയസ്റ്റ് സോലിബിലിറ്റി, സൈസ് കുറവാണ്, സോലിബിലിറ്റി അപ്പം കൂടുതലായിരിക്കും. സോറി, സൈസ് കൂടുതലാണ്, സോലിബിലിറ്റി അപ്പം കൂടുതലായിരിക്കും. അതിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേന് സൈസ് ഓഫ് ദ അയോൺ ഡിക്രീസ് ചെയ്യും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Consider the ions Eu3 plus Eu3, Gd3, Sm2 and Lu3. The observed and calculated magnetic moment values are closest for the pair. Observed value എന്താണ്, കാൽക്കുലേറ്റഡ് വാല്യൂ ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ളത്, ഏത് പെയറിനാണെന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത് ചെയ്യാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ എന്താണ്, ഈ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ഏതാണെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏകദേശം എന്തായിരിക്കും, സിമിലർ വാല്യൂസ് ആയിരിക്കും വരിക. ഓക്കെ, അത് അതേ ലോജിക്ക് തന്നെയാണ്. അതായത് ഒബ്സർവ്ഡ് വാല്യൂം കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻസ് വരുന്നത് എപ്പോഴായിരുന്നു, ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറൻസ് വരുന്ന സമയത്ത്, മുകളിലേക്കല്ല ഡിഫറൻസ് വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം, ഹയർ ലെവലിലേക്ക് പോകും. ഹാഫ് ഫിൽഡിൻ്റെയും കംപ്ലീറ്റ്ലി ഫിൽഡിൻ്റെയും കേസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ കേസിൽ എന്താണ് പറയുന്നത്, സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ കോൺഫിഗറേഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. EU3+ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, EU3+ന്റെ കേസിൽ ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡിന് ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. EU3+ എന്ന് പറയുന്നത് EUവിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, അറിയാതെ ഞാൻ ബി ഓപ്ഷനിലേക്ക് പോയതാണ്. EU 4f7 6s2 ആണ്. EU3+ EU3 ആവുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും, അത് 4f6 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ്ലി ഫിൽഡിൻ്റെ പ്രത്യേകതയൊന്നും വരുന്നില്ല. ദെൻ EUവിൻ്റെ കൂടെ വന്നേക്കുന്ന എന്താണ്, ലുട്ടേഷ്യമാണ് വന്നേക്കുന്നത്. ലുട്ടേഷ്യത്തിൻ്റെ കേസിൽ ലുട്ടേഷ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f7 5d1 6s2 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലുട്ടേഷ്യം 3 ആകുമ്പോൾ Lu3 ആകുമ്പോഴത്തേക്കും അതെന്താവും, 4f7 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ലിറ്ററേഷ്യത്തിൻ്റെ കേസിൽ ഓക്കെ കാൽക്കുലേറ്റഡ് ഒബ്സർവ്ഡ് വാല്യൂവിന് ഡിഫറൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ കേസിൽ എന്തുണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. ദെൻ എ നമുക്ക് നോക്കാം. ഗഡോലിനിയം 3 ആൻഡ് ലുട്ടേഷ്യം 3. ലുട്ടേഷ്യം 3ൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4f7 ആണ്. അതിന് ഡിഫറൻസ് ഉണ്ടാവില്ല വലുതായിട്ട്. ഗഡോലിനിയത്തിനും അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ടാവില്ല എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് രണ്ടും ഒരേപോലെ വരുന്നതാണെന്ന് അല്ലേ. അതിൻ്റെ രണ്ടിൻ്റെ ഒബ്സർവ്ഡും കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റും ഏകദേശം സിമിലർ ആണെന്ന് പറയാൻ പറ്റും. GDയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f7 5d1 6s2 അല്ലേ, 6s2. ഇതെന്താവും, ഇത് GD3 ആകുമ്പോൾ എന്ത് സംഭവിക്കും, 4f7 വന്നു കഴിഞ്ഞാൽ എന്തായി നോക്കി, രണ്ടും 4f7 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നത്. സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. 4f7 ഹാഫ് ഫിൽഡ് അല്ലെ കംപ്ലീറ്റ് ഫിൽഡ് വരുമ്പോഴത്തേക്കും ഏകദേശം മാഗ്നറ്റിക് മൊമെന്റുകളും ഏകദേശം സിമിലർ ആയിട്ട് വരും. രണ്ടും 4f7 തന്നെ വന്നതുകൊണ്ട് ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിമിലർ വാല്യൂ ആയിരിക്കും. മ്യൂ എഫക്റ്റീവ് എന്ന് പറയുന്നത് രണ്ടു പേർക്കും 0 ആയിരിക്കും. നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കണം. മ്യൂ എഫക്റ്റീവ് 0 ആയിരിക്കും ഏകദേശം. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ബാക്കിയുള്ളതിൻ്റെ എല്ലാം കേസിൽ വരുമ്പോഴത്തേക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലുണ്ടാകുന്ന ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിഫറൻ്റ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് മൊമെന്റിനും ഡിഫറൻസ് ഉണ്ടാവും, ഒബ്സർവ്ഡും കാൽക്കുലേറ്റഡും തമ്മിലുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞ കാര്യം തന്നെ മാഗ്നറ്റിക് മൊമെന്റും കാൽക്കുലേറ്റഡ് ആൻഡ് ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 7 and 14 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നാൽ മാത്രമേ നമുക്ക് എന്തായിട്ട് വരുള്ളൂ, 0 അല്ലെങ്കിൽ സിമിലർ വാല്യൂവിൽ വരത്തുള്ളൂ. ബാക്കിയുള്ളതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം. ഇലക്ട്രോൺസ് എത്ര ഹയർ ലെവലിലേക്ക് പോകുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സിമിലർ ടൈപ്പ് ഒരു ചോദ്യമാണ്. ജൂൺ 2013 ചോദിച്ചതാണ്. കൺസിഡർ ദ ഫോളോയിങ് ലാന്തനേറ്റ് 3 ions Nd3, Gd3 and Dy3. The magnetic moment closest to the spin-only value is or are found. ഏതിനൊക്കെ ആയിരിക്കും സ്പിന്നുള്ളി വാല്യൂവുമായിട്ട് മാത്രം സ്പിന്നുള്ളി വാല്യൂവിന് അടുത്ത് വരുന്ന മാഗ്നറ്റിക് മൊമെന്റ് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതിനൊക്കെ വരുന്നു നോക്കുക. അതായിരിക്കും സ്പിന്നുള്ളി വാല്യൂവിന് അടുത്ത് വരിക. ബാക്കിയുള്ളതിന്
സ്പിന്നുള്ളി വാല്യൂ മാത്രമായിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പം ND3 നോക്കാം. ND3 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അല്ലെങ്കിൽ NDയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 4 of 7 6s2. ND3 ആവുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? 4 of 6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. ആ ഫില്ലുമല്ല, കംപ്ലീറ്റ്ലി ഫില്ലുമല്ല. അപ്പം A ഓപ്ഷൻ ഇല്ല. A ഓപ്ഷൻ വരുന്നതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ല, ഇതല്ല. ദെൻ GD3 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 4 of 7 ആണ് അല്ലേ? GD3 ആവുന്ന സമയത്ത് 4 of 7 ആണ്. അതെന്ന് പറയുന്നത് B ആണ്. B വരുന്നത് ഈ ബാക്കി രണ്ട് ഓപ്ഷനകത്തും ബിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ദെൻ C നോക്കാം. സിയുടെ കേസിൽ DY ഇടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 4 of 10 6s2. അത് കാണുമ്പോഴേ നമുക്ക് ഉറപ്പിക്കാം. DY3 ആകുമ്പോഴത്തേന് അത് എന്തായിട്ട് മാറും? 4 of 9 ആയിട്ട് മാറും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? B ഉള്ളിയാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പാരിസൺ ഓഫ് ദ balance electron configuration of the element Sm and Eu suggests that Sm is a better 1 electron reductant than Eu. Sm is a better 1 electron oxidant than Eu. Fissile oxidation state is +3 for both the elements. Both of these display similar redox behavior. ഓക്കെ, ഈ ചോദ്യം പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് റിഡക്റ്റന്റ്, എന്താണ് ഓക്സിഡന്റ്? എന്തായിരിക്കും റിഡക്റ്റന്റ്, എന്താണ് ഓക്സിഡന്റ്? റിഡക്റ്റന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, റിഡ്യൂസിങ് ഏജന്റ്. റിഡ്യൂസിങ് ഏജന്റിനെ നമ്മൾ റിഡക്റ്റന്റ് എന്ന് വിളിക്കും. ഇറ്റ് വിൽ ലോസ് ഇലക്ട്രോൺസ് അല്ലെ? ഇലക്ട്രോണിനെ അതെന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അത് സ്വയമായിട്ട് അതെന്തായിട്ട് മാറുന്നു? ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് അതെന്ന് പറയുന്നത്, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ അക്സെപ്റ്റ് ഇലക്ട്രോൺ. അക്സെപ്റ്റ് ഇലക്ട്രോൺ. അപ്പൊ സ്വയമേ അതെന്തായി ചെയ്യുന്നു? അതെന്തായി തീരുന്നു? റിഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. റിഡ്യൂസിങ് ഏജന്റ് ആണ് റിഡക്റ്റന്റ്, ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഓക്സിഡന്റ്. പിന്നെ നമുക്ക് കാര്യങ്ങൾ ഓർമ്മ വരും അല്ലെ? ഓക്സിഡൈസിങ് ഏജന്റ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും, സ്വയമേ അതെന്താവും? റിഡ്യൂസ്ഡ് ആവും. റിഡ്യൂസിങ് ഏജന്റ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നത് സ്വയമേ ഓക്സിഡൈസ്ഡ് ആവും. ഓക്കെ, ഇനി SMന്റെ കേസ് നമുക്ക് നോക്കാം. SM എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് Xe 4 of 6 6s2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നു. ഇന്നത്തെ ചോദ്യം, SM is a better 1 electron reductant than EU, അല്ലെങ്കിൽ SM is a better 1 electron oxidant than EU. ആ രണ്ട് ഓപ്ഷൻ ഏതെങ്കിലും പറ്റുമോ നമുക്ക് നോക്കാം. EUവിന്റെ കേസ് നമുക്കൊന്ന് എഴുതാം. EU എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, യുവിന്റെ കേസിൽ എന്താണ്? ഇലക്ട്രോൺസിനെ 4 of 7 6s2 ആണ്. 6s2 ഇലക്ട്രോണിന് കൊടുത്തതിന് ശേഷം ഇതിന് രണ്ടിന്റെയും കേസിൽ എന്താണ്? രണ്ടിനകത്തും ഔട്ടർ ഇലക്ട്രോൺ 6s2 തന്നെയാണ്. അപ്പൊ അത് വെച്ച് നോക്കണ്ട. അതിനെ നമ്മൾ മാറ്റിയതിന് ശേഷം 4 of 6ഉം 4 of 7ഉമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 7 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നു. അപ്പൊ അതുകൊണ്ട് ഈ EU എന്ന് പറയുന്ന ഇലക്ട്രോണിനെ കൊടുക്കാനോ ഇലക്ട്രോണിനെ വാങ്ങിക്കാനോ റെഡി ആയിരിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അല്ലെ? പക്ഷേ 4 of 6ന്റെ കേസിൽ എന്താ? സമരത്തിന്റെ കേസിൽ അതെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. അപ്പൊ പെട്ടെന്ന് അതിന് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലെ? അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, അതൊരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സ്വയം റെഡ്യൂസ്ഡ് ആയിരുന്നു. അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ പറയാൻ പറ്റും. SM is a better 1 electron oxidant than EU. നമ്മുടെ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, റിഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ റിഡക്റ്റന്റ് ഓക്സിഡന്റ് എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, hindered beta diketonates like DPMH
dipivaloyl methane are used for the separation of lanthanides because complexes formed from DPMH can be separated by നമുക്ക് കാണാതെ പഠിച്ചു വെക്കാനുള്ളതാണ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫി വഴിയുള്ള ആണ് അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെക്കാം. Hindered beta diketonates like DPMH are used for the separation of lanthanides because complexes formed with DPMH can be separated by gas chromatography. Okay, next question നമുക്ക് നോക്കാം. ജൂൺ 2015 ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു യുറേനിയം. UO2+ ഡിസ്പ്രപ്പോർഷനേറ്റ്സ് മോർ ഈസിലി ദാൻ UO2+. നമ്മൾ ഓൾറെഡി അത് എന്താണ് നേരത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്താണ്. UO2+ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ട് UO2 അതാണ് UO2+. ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? UO2+ U4+ ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. എ എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ ആണ്. എ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് 3 ഉണ്ട്. സി എന്നുള്ളത് നമുക്ക് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ U3O8 is its most stable oxide of uranium. അത് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ഓപ്ഷൻ നമുക്ക് പല രീതിയിൽ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ എലിമിനേഷൻ വഴിയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം, നെക്സ്റ്റ് നോക്കാം. ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോക്കിയാൽ UO2+ ഈസ് എ ലീനിയർ. നമ്മൾ ഓൾറെഡി അതിന്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. UO2+ എന്ന് പറയുന്നത് ലീനിയർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഡി എന്ന് പറയുന്ന ഓപ്ഷനും കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിയും ഇല്ലാത്ത ഓപ്ഷനാണത്. ഇനി നമുക്കറിയേണ്ടത് എ ഓപ്ഷനും ബി ഓപ്ഷനും നോക്കുമ്പോഴത്തേന് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് വരുന്നത്. നമുക്ക് സി എന്നുള്ളത് നോക്കാം. കോർഡിനേഷൻ നമ്പർ ഓഫ് U in UO2 NO3 2 H2O twice 4 H2O ആണിത്. ഈ 6 കോർഡിനേഷൻ നമ്പർ 6 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിയാണോ അല്ലയോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു കോംപ്ലക്സിന്റെ ഫോമിൽ തന്നെയാണ് അവർ വരച്ചു തന്നേക്കുന്നത്. O2 NO3 twice H2O twice. കോർഡിനേഷൻ സ്പിയറിന് പുറത്തുള്ളതിനെ കുറിച്ച് ബോധരാവേണ്ട കാര്യമില്ല. 4H2O. ഇനി ഓരോന്നിന്റെ നമുക്ക് എന്താണ് ഡെൻസിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്സിജൻ O2 എന്ന് പറയുന്ന സമയത്ത് O2ന്റെ കേസിലെ ഡെൻസിറ്റി വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയാണ് വരുന്നത്? നമുക്കറിയാം 2 വരുന്നത്. ഓക്സിജന്റെ കേസിൽ O2ന്റെ കേസിൽ 2 ഡെൻസിറ്റി വരുന്നത്. നൈട്രേറ്റ് NO3യുടെ കേസിൽ അതും ബൈഡൻഡേറ്റ് ആണ് വരുന്നത്. ബൈഡൻഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം O2- എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, നൈട്രേറ്റിന്റെ കേസിലും 2 വരുന്നത്. അപ്പം 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ വാട്ടർ എന്ന് പറയുന്നത് മോണോഡെൻഡേറ്റ് ആണ്. അപ്പം 2 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പം 2 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പം അതെന്ന് പറയുന്നത് 2 വാട്ടർ മോളിക്യൂൾ 2 × 1 വരും. 2 എന്ന് പറയും. അപ്പം 4+2+2 ആണ് വരുന്നത്. 8 ആണ് കോർഡിനേഷൻ നമ്പർ വരുന്നത്. ഓക്കെ, കോർഡിനേഷൻ കറക്റ്റ് കോംപ്ലക്സ് ഫോമിലാണ് നമുക്ക് തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ സ്പിയറിലുള്ള ലിഗാൻസിന്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ സം എടുക്കുക. അതിൽ നിന്ന് നമുക്ക് കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കിട്ടിയ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? 6 എന്നാണ് തന്നേക്കുന്നത് അല്ലേ? 6 ആയതുകൊണ്ട് പറയാം സി ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? അപ്പം സി തെറ്റാണ്. അപ്പം ബി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. A, B and D ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. U3O8 is the most stable oxide of uranium. ഇത് വീണ്ടും ചോദിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന് ശേഷം നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഫോർ NH4 twice CeNO3 6. അതിനെ കംപ്ലീറ്റ് ആയിട്ട് Z എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. കോർഡിനേഷൻ നമ്പർ ഓഫ് CE is 12. Z is paramagnetic. Z is oxidizing agent. Is an oxidizing agent. Reaction of PH3PO with Z gives a complex having coordination number 10 for C. The correct statements are. ആദ്യം നമ്മൾ കോർഡിനേഷൻ നമ്പർ നോക്കണം. ഈ തന്നിരിക്കുന്നതിനകത്ത് കോർഡിനേഷൻ നമ്പർ നമ്മൾ പറഞ്ഞു. കോർഡിനേഷൻ സ്പിയറിനകത്തുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യുക?
കോർഡിനേഷൻ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കോർഡിനേഷൻ സ്ഫിയറിനകത്ത് NO3 ആണ്. NO3 ഓൾറെഡി എന്താണ് ബൈഡൻഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 6 NO3 ഉണ്ട്. അപ്പം 2 × 6 12. കോർഡിനേഷൻ നമ്പർ ഓഫ് സീരിയം ഈസ് 12. എ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പം നമുക്ക് നോക്കി ഇതിനകത്തുനിന്ന് എ മാത്രം എ ഓപ്ഷൻ വരുന്നത് ഏതൊക്കെയുണ്ട്, ബാക്കി ഡിലീറ്റ് ചെയ്യാം. ഇത് വേണ്ട നമുക്ക്. ഡി, ബി, എ വരുന്നുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സീരിയം എന്ന് പറയുന്നത് ഇസഡ് ഈസ് പാരാമാഗ്നറ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസഡ് പാരാമാഗ്നറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ആദ്യം അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് NO3 6 times. ഓക്കെ, നമുക്കുള്ളത് CE NO3 6 times NH4 twice. X ആണ്, എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. NO3 നെഗറ്റീവ് ചാർജ് അല്ലേ, -1 ആണ് വരുന്നത്. ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു -2 വരും. X - 6 is equal to -2. X is equal to +4. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. +4 CE4+ ആണ് വരുന്നത്. CE4+ വരുമ്പോഴത്തേക്കും എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് നോക്കാം. സിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സെനോൺ കഴിഞ്ഞിട്ട് 4f1 5d1 6s2 അല്ലേ. ആക്ച്വലി CE4+ ആകുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? സെനോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായി സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. പെയർഡ് ആയിരിക്കും ഇലക്ട്രോൺസ് എല്ലാം തന്നെ. സോ ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. CE4+ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പം നമ്മുടെ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്, നമ്മുടെ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പം നോക്കിയാൽ ബി ഓപ്ഷൻ തെറ്റായി. ബി ഓപ്ഷൻ ബാക്കി എല്ലാത്തിനകത്തും ഉണ്ടല്ലേ. ഇതിൽ ഉണ്ട് ബി ഓപ്ഷൻ, ഇതിലും ഉണ്ട് ബി ഓപ്ഷൻ. നമുക്കപ്പം ഡി എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണെന്നുള്ളത് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇസഡ് എന്ന് പറയുന്നത് ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിയാക്ഷൻ ഓഫ് PH3PO വിത്ത് ഇസഡ് ഗീവ്സ് എ കോംപ്ലക്സ് ഹാവിംഗ് കോർഡിനേഷൻ നമ്പർ 10 ഫോർ CE. നമുക്ക് നോക്കാം. CE നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് CeNO3 6 times അല്ലേ. അതിനകത്ത് അതിനെ POPH3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. NH4 ടൈസും കൂടെ ഉണ്ട്. നമുക്ക് കിട്ടുക രണ്ട് ലിഗാൻഡ് ഇവിടെ നിന്ന് പോയതിന് ശേഷം 2 OPH3 ഗ്രൂപ്പ് OPPH3 ഗ്രൂപ്പ് ഇതിലേക്ക് വരും. NO3 4. ഇതാണ് റിയാക്ഷൻ തരുന്നത്. നോക്കിയാൽ എത്ര വരും എന്നുള്ളത്. OPPH3 എന്ന് പറയുന്നത് മോണോഡെൻഡേറ്റ് ആണ്, പ്ലസ് ബൈഡെൻഡേറ്റ് ആയിട്ടുള്ള NO3 രണ്ടെണ്ണം. അങ്ങനെ വരുമ്പോഴത്തേക്കും 4 2 8 8 2 10. കോർഡിനേഷൻ നമ്പർ 10 ആണ്. ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. ഓക്കെ, The metallic radii are abnormally high for which of the following pairs? ഇത് നോക്കുക. അതായത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരുന്ന ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത് ഹൈ മെറ്റാലിക് റേഡിയെ കാണിക്കാറുണ്ട്. സാധാരണഗതിയിൽ അത് എന്താണ്, ആൽക്കലൈൻ എർത്ത് മെറ്റലുമായിട്ട് റിസംബ്ലൻസ് കാണിക്കുകയും മെറ്റാലിക് റേഡിയെ ഹയർ ആയിട്ട് കാണിക്കുകയും അബ്നോർമലി ഹൈ മെറ്റാലിക് റേഡിയെ കാണിക്കുന്ന എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആയിട്ടുള്ള പെയറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഫസ്റ്റ് വൺ EU എന്ന് പറയാം. EUവിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് XC 4f7 6s2 EUവിൻ്റെത്. ഇതിനകത്ത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ സ്റ്റേബിൾ ആണ്. കാര്യം ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ എ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. അതുകൊണ്ട് +2 ഇവിടെ എന്താണ് സ്റ്റേബിൾ ആണ്. YBയുടെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് XC 4f14 6s2. ഇതിന്റെ കേസിലും എന്താണ്, ഇതേപോലെ തന്നെ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹാഫ് കംപ്ലീറ്റ്ലി ഫിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും
എന്തായിരിക്കും? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് മെറ്റാലിക് റേഡിയ എന്ന് പറയുന്നത് അബ്നോർമലി ഹൈ ആയിരിക്കും വരുന്നത്. ബാക്കി പേഴ്സൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതനുസരിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements are true for lanthanides? A എന്ന് പറയുന്നത് the observed magnetic moment of europium at room temperature is higher than that calculated from spin orbit coupling. നമ്മൾ പലതവണ പറഞ്ഞതാണ്. എന്താണ് മാഗ്നറ്റിക് മൊമെന്റ്? ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റും കാൽക്കുലേറ്റഡ് വാല്യൂവും തമ്മിൽ സിമിലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചറിലായിരിക്കും. റൂം ടെമ്പറേച്ചർ ഉൾപ്പെടെയുള്ള കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഏകദേശം 3.4 to 3.6 പാർ മാഗ്നറ്റോൺ റേഞ്ചിൽ വരും. കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന 0 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് യൂറോപ്പിയം അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഫ്രം സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണെന്നുള്ളത് പറയാനായിട്ട് പറ്റും അല്ലേ? എ കറക്റ്റ് ആണ്. എ കറക്റ്റ് വരുന്നത് സെക്കൻഡ് ഒരു ഓപ്ഷൻ കൂടെ ഞാൻ ആഡ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ബി ആൻഡ് സി ആണ്. ബി ആൻഡ് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ് ഈ പറഞ്ഞ പോലെ എ എന്നുള്ളത് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഡി എന്ന് പറയുന്നതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ലാന്തനൈൻ ഓക്സൈഡ്സ് ആർ പ്രീഡോമിനന്റ്ലി അസിഡിക് ഇൻ നേച്ചർ. അത് ഓൾറെഡി നമുക്കറിയാം, തെറ്റാണ്. എന്താണ് നമ്മൾ പറഞ്ഞ മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് ആണ് നേച്ചർ. നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ് അസിഡിക് നേച്ചർ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബി എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റും. അപ്പം ഓപ്ഷൻ ബി നമുക്ക് അതുകൊണ്ടുകൂടി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. Then stability of SM2 is due to its half-filled electronic configuration. SM2ന്റെ stability എന്ന് പറയുന്നത് half-filled electronic configuration കൊണ്ടെന്നാണ് പറയുന്നത്. ആണോ? നമുക്ക് നോക്കാം. SM-ന്റെ കേസിൽ ഏതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 4f6 6d2. SM2 ആയി കഴിയുമ്പോൾ എന്താ? 4f7 4f6 ആയിട്ട് മാറും. അത് ഹാഫ് ഫിൽഡ് ആണോ? അല്ല. അപ്പം സി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. അപ്പം എ ആൻഡ് സി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ ഇതാണ് ലാന്തനൈഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ആൻ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് ഡി ആണ് വരുന്നത്. ഓപ്ഷൻ എ വരുന്നത്. ഓക്കെ, ഫോർ മോണോയിഡിക് കോംപ്ലക്സ് UO2NO3 3-1 the correct coordination number and geometry respectively are. എങ്ങനെയാണ് കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോർഡിനേഷൻ സ്പിയറിനകത്തുള്ള ലിഗാൻസിന്റെ ഡെൻസിറ്റി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. O2ന്റെ കേസിൽ എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പം O2ന്റെ കേസിലാണ് 2 വരുന്നത്. ഓക്കെ, O2ന്റെ കേസിൽ 2 ആണ്. അപ്പം ഒരു O2 ഉള്ളത് കൊണ്ട് അതിൻ്റെത് 2 എടുക്കാം. 2 പ്ലസ് ദെൻ NO3യുടെ കേസിൽ എത്ര വരുന്നത്? അതും 2 ആണ് വരുന്നത്. അപ്പം 3 × 2 വരുന്നു 6. 3 × 2 6. ടോട്ടൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡെൻസിറ്റി എടുക്കുന്ന സമയത്ത് 8 ആണ് വരുന്നത്. അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 8 എന്ന് പറയാം. ഓപ്ഷൻ ബി ആൻഡ് ഡി നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ചോദിച്ചിരിക്കുന്നത് ജോമെട്രി എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജോമെട്രി നിങ്ങൾ പഠിച്ചിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് കഴിയുള്ളൂ അല്ലേ? ഇത് ആക്ച്വലി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ NO3 മൈനസിന്റെ ഡെൻസിറ്റി എങ്ങനെയാണല്ലോ 2 എന്നല്ലേ വന്നത്. ഓക്കെ, ഓക്കെ, ദെൻ 3 എണ്ണം ഉണ്ട് NO3 മൈനസ്. ഓക്കെ, ദെൻ നമുക്ക് O2 എത്ര എണ്ണം വരുന്നുണ്ട്? അല്ല, ഓക്സിജൻ എത്ര എണ്ണം വരുന്നുണ്ട്? 2 ഓക്സിജൻ അല്ലേ? അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഡബിൾ ബോണ്ടോ, ഇവിടേക്ക് ഒരു ഡബിൾ ബോണ്ടോ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേന് ആക്ച്വലി ഹെക്സഗണൽ ബൈപിരമിഡലാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ,
പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? ദ കാൽക്കുലേറ്റഡ് ആൻഡ് ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റ്സ് ഇൻ ബി എം ഓഫ് അക്വസ് കോംപ്ലക്സ് ഓഫ് എ ലാന്തനൈഡ് ion R0 and approximately equal to 3.5 respectively. The lanthanide ion is ഏതാണ് lanthanide ion? EU3+. നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ലാന്തനൈഡ് അയോൺ എന്ന് പറയുന്നത് EU3+ ആണ്. നമ്മുടെ സി എന്ന് പറയുന്നതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2017 ഡിസംബറിൽ ചോദിച്ചൊരു ചോദ്യം. മാച്ച് ലാന്തനൈഡ്സ് ഇൻ കോളം 1 വിത്ത് ദെയർ പ്രോപ്പർട്ടീസ് ഇൻ കോളം 2. ലുട്ടേഷ്യം, യൂറോപ്യം, സീരിയം, ടെർബിയം തന്നിട്ടുണ്ട്. 1 റിയേജൻസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സീരിയം മാത്രമാണ് 4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും സീരിയത്തിന്റെ സ്വഭാവമാണ് ഇതെന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 വരുന്നത് ഏതാണെന്ന് നോക്കാം. C1 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും ഡിലീറ്റ് ചെയ്യാം, ഇതും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലുട്ടേഷ്യം. ലുട്ടേഷ്യത്തിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഏത് വരുന്നു? ലുട്ടേഷ്യം. ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലുട്ടേഷ്യം. ഓക്കെ, ഡയാമാഗ്നറ്റിക് ലുട്ടേഷ്യം 3 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ലുട്ടേഷ്യത്തിൻ്റെത് 4f14, 5d1, 6s2 ആണ്. അത് വാല്യൂ 3 ആവുന്ന സമയത്ത് 4f14 ആയി മാറും. 4f14 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. നമുക്ക് എ എന്ന് പറയുന്നത് 3 ആയിട്ട് വരുന്ന ഓപ്ഷൻ നോക്കാം. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണം എന്നില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറേയൊക്കെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടും ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഇതിൻ്റെ ഓപ്ഷൻസുകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് വെച്ച് പഠിക്കാം. പിന്നീടും ഈ ചോദ്യം വന്ന് നമുക്ക് ആൻസർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എ ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പം A3 B2 ആയിട്ട് വരുന്നത്. യൂറോപ്യം എന്ന് പറയുന്നത് മെറ്റാലിക് ലസ്റ്റർ, MI മെറ്റാലിക് ലസ്റ്റർ. ആ ഒരു ഓപ്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി സംശയമുണ്ട്. MI2 ആണ്. MI2 അല്ല, MI2 ആണ്. ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് TB. TB എന്ന് പറയുന്നത് ഫോർത്ത്, പിങ്ക് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പിങ്ക് കളറാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ആക്ടിനൈറ്റ്സ്. ആക്ടിനൈറ്റ്സിന്റെ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഗ്രേറ്റർ ദാൻ +3 ആർ മോർ ഫ്രീക്വന്റ് ഇൻ ആക്ടിനൈറ്റ്സ് കമ്പയർഡ് ടു ലാന്തനൈറ്റ്സ്. ലാന്തനൈറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ആക്ടിനൈറ്റ്സിനകത്ത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിനേക്കാൾ കൂടുതലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആണെന്നാണ് പറയുന്നത്. ബി സം AN3+ അയോൺ ഷോസ് DD ട്രാൻസിഷൻസ്. UO2 2+ ആൻഡ് PuO2 2+ are stable. Some of the actinides do not have radioactive isotopes. ഇതിനകത്ത് 2 ഓപ്ഷൻ ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ബി എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഈ ട്രാൻസിഷൻസ് അത് കാണിക്കുന്നില്ല. പിന്നെ ഡി എന്ന് പറയുന്നുള്ളതും തെറ്റാൻ പറ്റും. അതെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ആണെന്നുള്ളതും പറയാൻ പറ്റും. ഓക്കെ, അപ്പം ബി തെറ്റ് എന്ന് പറയുമ്പോൾ ഇത് കളയാം, ഇത് കളയാം, ഇത് കളയാം. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ 3 ഓപ്ഷൻ ഡിലീറ്റ് ആയി. A and C ആണ് കറക്റ്റ് ആൻസർ. UO2+ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്, ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്നതാണ് UO2 2+. അത് സ്റ്റേബിൾ ആണ്. ഇത് നമ്മൾ പലതവണ പല ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഓർത്തിരിക്കാം. ഓക്കെ, trivalent lanthanide ion having isotropic magnetic susceptibility. ഐസോട്രോപിക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിനെ വലിയൊരു സംഭവമായിട്ടൊന്നും കരുതണ്ട. ഐസോട്രോപിക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷൻസിലും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സെയിം ആയിട്ടുള്ള ഏത് ട്രൈവാലന്റ് ലാന്തനൈഡ് ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. യൂറോപ്യം 3+ എന്ന് പറയുന്നത് സെയിം അല്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അല്ലേ. ദെൻ നമുക്കറിയാം, നമുക്ക് നോക്കാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ.
മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്പിന്നുള്ളി വാല്യൂവിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുക. ഓക്കെ, എൻ്റയർലി സ്പിൻ ബേസ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് ആയിട്ട് മാറുക. എല്ലിന്റെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ ക്വാണ്ടം നമ്പർ എൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0 ആവും. ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ 0 ആകുമ്പോൾ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് എൻ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ സ്പിൻ ബേസ്ഡ് വാല്യൂ. സ്പിൻ ബേസ്ഡ് വാല്യൂവിനെ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അതെന്തായിരിക്കും, ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, ലുട്ടേഷ്യത്തിന്റെ കേസിൽ Lu3+ എടുക്കുന്ന സമയത്ത് അതിന്റെ കേസിൽ 4f14 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുകൊണ്ട് തന്നെ ഇത് അൺആംബിഗ്വസ്ലി എന്താണ്, ഐസോട്രോപിക് ആയിട്ടുള്ള അയോൺ ആണ്. ലാന്തനൈഡ് ട്രൈവാലന്റ് അയോൺ ല്യൂട്ടേഷ്യം 3+ ആണ്. ഉറപ്പായിട്ടും ഐസോട്രോപിക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കാണിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് തന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈ പറഞ്ഞ പോലെ തന്നെ അബ്സോർഡ് വാല്യൂയും കാൽക്കുലേറ്റഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് എപ്പോഴാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് അല്ലെ കംപ്ലീറ്റ്ലി ഫിൽഡിൽ നിന്ന് മാറുന്ന സമയത്താണ്. Lu3+ന്റെ കേസിൽ ഉറപ്പായിട്ടും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 4f14 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എല്ലിന്റെ കോൺട്രിബ്യൂഷൻ 0 ആയിട്ട് വരുന്നു. സോ സ്പിൻ ബേസ്ഡ് വാല്യൂ മാത്രമായിരിക്കും. Therefore Lu3+ ആയിരിക്കും ഐസോട്രോപിക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജൂൺ 2018 ചോദിച്ചാണ് മാച്ച് ഫ്ലൂറസെന്റ് കളേഴ്സ് ഗിവൺ ഇൻ കോളം എ വിത്ത് ലാന്തനൈഡ് അയോൺസ് ഗിവൺ ഇൻ കോളം ബി. ഇത് നമുക്കൊന്നും ചെയ്യാനില്ല, കാണാൻ പഠിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ. പിങ്ക് കളർ തരുന്ന SM3 ആണ്. ദെൻ റെഡ് കളർ തരുന്നത് യൂറോപ്യം 3, പിങ്ക് SM3, റെഡ് യൂറോപ്യം 3. ദെൻ ഗ്രീൻ തരുന്നത് ടെർബിയം TB3 ആൻഡ് ബ്ലൂ തരുന്നത് തുളിയം 3. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് തന്നെ പഠിച്ചാൽ മതിയാവും. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫ് ബ്ലോക്കിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് പറയുന്നത്, എക്സാമിന് കവർ ചെയ്യാനായിട്ട് പറ്റും, കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ EU3+. നമ്മൾ പലതവണ പറഞ്ഞതാണ് EU3+നെ കുറിച്ചുള്ളത്. ദ പൊസിഷൻ ഓഫ് ഷാർപ്പ് ബാൻഡ്സ് ഇൻ UV വിസിബിൾ സ്പെക്ട്ര ഓഫ് ഇറ്റ്സ് കോംപ്ലക്സസ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ദി ലിഗാൻഡ് എൻവിയോൺമെന്റ്. ഉണ്ടോ? നമ്മൾ പറഞ്ഞു എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ എഫ് ബ്ലോക്സ് ആർ എന്താണ് പറയുന്നത്, ബറീഡ് ഇൻസൈഡ് 5s ആൻഡ് 6d അല്ലേ. 5s അല്ലെങ്കിൽ 6d എന്ന് പറയാൻ പറ്റത്തില്ല, ജനറലൈസ് ചെയ്ത് S ആൻഡ് D ഓർബിറ്റലിന് ഉള്ളിലായിട്ട് ബറി ചെയ്തിരിക്കുകയാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലിഗാൻഡ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് will not be affected by the spectrum will not be affected by the ligand environment. അപ്പോൾ UV വിസിബിൾ അത് തന്നെയല്ല ഇവിടെ തരുന്നത്, ഷാർപ്പ് ബാൻഡ്സ് അല്ല തരുന്നത്, അത് പീക്കാണ്, ഷാർപ്പ് പീക്സ് ആണ് തരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്ന് പറയുന്നത് ഉറപ്പാക്കാൻ പറ്റും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബൽ ഇസ് F70. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. EU3 ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബൽ F70 തന്നെയാണ് വരുന്നത്. The observed magnetic moment is due to populated higher level. അത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എന്താണ്, കാൽക്കുലേറ്റഡ് വാല്യൂവിൽ നിന്ന് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. 3.4 to 3.6 മാഗ്നറ്റോൺ ആണ് വരുന്നത്. അതിനുള്ള റീസൺ എനർജി ഗ്യാപ്പ് കുറവുള്ളത് കൊണ്ടാണ്, ഇപ്പോൾ ഹയർ ലെവൽസ് പോപ്പുലേറ്റഡ് ആയതുകൊണ്ടാണ്. അറ്റ് 2K ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെന്റ് അപ്രോച്ചസ് 0. നമ്മൾ അതും പറഞ്ഞു, എന്താണ്, ലോവർ ടെമ്പറേച്ചറിൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പം B, C ആൻഡ് D ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. നമ്മുടെ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തത് മുഴുവൻ പഠിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഫ് ബ്ലോക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.